ശിവന്റെ ഭാര്യ ആരാണ്? പറ, നിങ്ങൾ പറ. പാർവതി അല്ലേ? എടാ, ശിവന്റെ കൂടെ പാർവതി അല്ലാതെ പിന്നെ നിന്റെ കുഞ്ഞമ്മ. എന്തായാലും ശിവന്റെ ഭാര്യയായിട്ട് ഈ ചെറിയ വീട്ടിൽ താമസിക്കുന്ന ആളാണ്. ആരാണ്? വിജി. ശിവൻ പറഞ്ഞതാണ്, നീ ഇനിയും വിജി മോഹൻ അല്ല, ശിവൻ വിജിയാണ്. ഇതാണ് ശിവന്റെ പ്രിയപ്പെട്ട പത്നി, ധർമ്മപത്നി. എന്തൊക്കെയാണ് നടക്കുന്നേ? പാർവതിക്ക് പകരം ഇവിടെ ഭൂമിയിൽ ജീവിക്കുന്ന ഒരേ ഒരാളാണ് വിജി ശിവൻ അല്ലേ? ഇതിന് വട്ടുണ്ടോ? പറഞ്ഞ അമ്മയ്ക്ക് പല പല കളറാണ് മാറുന്നത്. ശിവൻ വിജിക്ക് ഓരോ ദിവസം ഓരോ കളറാണ് മാറുന്നത്. അത് തന്നെ, അതാവും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. ഇന്നിപ്പോ ഏത് കളറാണ് അമ്മേ? ഇന്ന് രാവിലെ സ്വർണത്തിന്റെ കളറായിരുന്നു. ഓരോ ദിവസം ഇങ്ങനെ മാറി മാറി വരും. ഒരു ദിവസം തന്നെ 4-5 കളർ വരും. എന്നതാടാ ഇത്? മഴവില്ലോ? അപ്പൊ ഇന്ന് രാവിലെ വേറെ ഏതോ കളറായിരുന്നു. നമ്മുടെ ബസന്തി തന്നെയാണോടാ പോകുന്നത്? അവളാകെ മാറിപ്പോയി. അപ്പൊ രൂപം മാറും ശരീരത്തിന്. ഭയങ്കര സംഭവം. ഇതേതോ കൂടിയ ഇനമാണ്. അപ്പൊ ശിവന്റെ രണ്ടുപേരും പ്രവേശിക്കുകയെങ്കിൽ ഞാൻ ഇത്രയും കാണും. ഇത്ര വണ്ണം വെക്കും, ശരീരം മാറും. ശരീരം മാറും. മതി, നിർത്ത്. കൊറേ നേരമായല്ലോ ഒരുമാതിരി ലോജിക്കില്ലാത്ത മണ്ടൻ കഥ. മതി, നിർത്ത്. ചിലർ ചോദിക്കും, എന്നാൽ ഇന്നലെ ഇത്രയും വെള്ളം ഇന്ന് എങ്ങനെ ഇത്രയും ക്ഷീണിച്ചെന്ന് ചോദിക്കും. ആഞ്ജനേയ സ്വാമി. പ്രേമത്തില നിങ്ങള്? സ്നേഹം. എനിക്ക് പ്രേമമില്ലായിരുന്നു കേട്ടോ, പ്രണയം ഇല്ലായിരുന്നു. ഈടെ പ്രേമം എന്ന് പറഞ്ഞാൽ അങ്ങനെ സീരിയസ് ആയ ഒന്നിലും നമ്മളെ ഒന്നും പെടില്ലല്ലോ. പറഞ്ഞാരാ? പ്രിയ. ഞാൻ പ്രിയനെ അച്ഛനെന്നാ വിളിച്ചോണ്ടിരുന്ന. മോള് നീ എന്നെ അച്ഛനെന്ന് വിളിക്കരുത്, നീ എന്റെ പ്രിയതമയാന്ന് പറഞ്ഞു. എന്ത് പ്രശ്നം? എന്താ നിനക്ക്? ഒരു പ്രശ്നമില്ല. എന്ത്? നിന്നെ ഞാൻ വല്ല ഏൽപ്പിച്ച? ഇല്ല. പിന്നെ നിന്റെ അടുത്ത് ഞാൻ വല്ല പറഞ്ഞ? ഞാൻ നീ ഇപ്പൊ ആദ്യമായിട്ട് എന്നടാ നേരിട്ട് കാണുന്ന. പാമ്പായിട്ടൊക്കെ വരും അമ്മ. 2 ഗ്ലാസ് അച്ചാർ കൂടെ. പാമ്പായി ചിലർ പറയും തങ്ങളുടെ കണ്ണില് പാമ്പ് നിൽക്കുന്ന അറിയുന്നു. പിന്നെ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. ഇങ്ങനെ ഒരു ചെറിയൊരു സെറ്റപ്പ് ജീവിച്ചാൽ മതിയോ ശിവന്റെ ഭാര്യക്ക്? വലിയൊരു അങ്ങനെ ആക്കുമെന്നാ പറഞ്ഞേക്കുന്നത്. നിന്നെ ഒരു തുള്ളി വെള്ളം പോലും ഞാൻ തരില്ല, നോക്കിക്കോ. കണ്ണ് ഈ മുക്കോടി ദേവറുകളെയും കണ്ടു. അഗസ്ത്യ മുനിവർ എൻ മടിയിൽ വന്നിരുന്നു. ഞാൻ മനസ്സാവാച കർണാടക അറിയാത്ത കാര്യമാണ്. മരണത്തിലേക്ക് എന്നെ അങ്ങ് കൊണ്ടുപോകാൻ പറഞ്ഞു. ആ നിമിഷം എനിക്ക് ശ്വാസം ഇല്ലാതായി. മരിച്ചു. 1 അവർ ഞാൻ നോക്കുന്ന ശ്വാസം ഇല്ല. എല്ലാം പറഞ്ഞായിരുന്നോ? എങ്ങോട്ട് പോവാൻ? നിമിഷത്തിൽ വന്ന് എന്നെ മടിയിൽ പിടിച്ച് കിടത്തി. എടുത്തിട്ട് ഇങ്ങനെ തടവി വിട്ടു. ജീവൻ വീണ്. അത് ശരി, ചത്തില്ലായിരുന്നോ? അതിനുശേഷമാണ് ശിവൻ വരാൻ തുടങ്ങിയത്. ഇനി നീ എങ്ങാനും രൂപത്തെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ട് നേരിൽ നല്ല സുന്ദരനാണോ? കണ്ണ് ഭയങ്കര കണ്ണോ കേട്ടോ. നീ എങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും വേണ്ട, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ സുന്ദരനാണെന്ന്. നമുക്ക് ഇത്രയും കഴിവുണ്ടായിട്ട് എന്തുകൊണ്ട് ഭർത്താവിനെ അസുഖത്തിൽ രക്ഷപ്പെടുത്താൻ പറ്റില്ല? ആ ശവത്തിന്റെ കാര്യം ഇവിടെ മിണ്ടരുന്ന് തന്നോട് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ? ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ ആ പിശാചിനെ എന്തിനാ ഇവിടെ വലിച്ചടിച്ചുകൊണ്ടിരുന്നത്? തീയതി കാലൻ വരിക കയറും കൊണ്ട് നമ്മൾ ഒരു വരവിടെ വരേണ്ടി വരും. പിന്നെ പറന്നു പോയി കയറ് വാങ്ങി പിച്ചി ഇട്ടിട്ട് അപ്പച്ചിക്ക് ഫോൺ ചെയ്ത്, ചേട്ടന് എഫക്ട് വരുന്ന ഞാൻ നമ്മുടെ ദൈവത്തിനും മലയാളപ്പുഴ അമ്മയ്ക്ക് വിളക്ക് വാങ്ങിച്ചു വെക്കണമെന്ന്. നീ എന്തിനക്കടാ ഇവിടെ ഈ കല്ല് വെച്ച നോണ പറയണ? ബെഡ്റൂം രഹസ്യം ആർത്തും പറയാന്ന് പറഞ്ഞു. അയ്യോ, ഇത് സഹിക്കാവുന്നതിന് അപ്പുറമായിരിക്കുന്നു. ഈ ധൂമകേതു കാരണം, ഈ യക്ഷി കാരണം. അങ്ങനെ എന്റെ കണ്ണും പിടിക്കുന്നില്ല, കാണാൻ പറ്റുന്നില്ല. നിഴലായിട്ട് എന്റെ കയ്യിൽ ഒരു കണ്ണടച്ച് ഇങ്ങനെ ഉന്നം പിടിച്ച് നോക്ക്. ഞാൻ എവിടെ നോക്കിയാലും കാണാം എന്റെ കയ്യിൽ. സമ്മതിച്ച് എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.